നെറ്റ്ഫ്ലിക്സിൽ റീസെന്റ് റിലീസായ ഒരു ത്രില്ലർ മൂവിയാണ് നൈറ്റ് ഓൾവേസ് കംസ്. ഈ ഒരു മൂവി ഒരു ബുക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ആക്ഷൻ ത്രില്ലർ അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി സംസാരിക്കുന്ന മൂവി തന്നെയാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഒറ്റ രാത്രി നടക്കുന്ന സ്റ്റോറിയാണ്. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു $25,000 വേണം, അത് ഒരു ടൈം പീരീഡിന്റെ അത് സെറ്റ് ചെയ്യാൻ വേണം. സോ ആ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്യാരക്ടർ എന്തൊക്കെ പ്രോബ്ലം ഫേസ് ചെയ്യും, എന്തൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതാണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു മൂവിയിൽ എനിക്ക് ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ബാക്കിയുള്ള കാര്യങ്ങളെക്കാളും കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റിയത് ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷനാണ്. ആ ഒരു ഇമോഷണൽ വർക്കായില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സിനിമ ഡൗൺ ആണ്. എന്തിനാണ് ഇത്ര വലിയൊരു എമൗണ്ടിന്റെ ആവശ്യം, ആ ഒരു എമൗണ്ട് വെച്ച് എന്താണ് ഈ കുട്ടിയുടെ പർപ്പസ്, ആ ഒരു കാര്യം ഈ ഒരു സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് എത്രത്തോളം ഒരു ഡെപ്ത് ആണെന്ന് അറിയണമെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഇമോഷണൽ വഴി കാണിക്കാനേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷനിൽ കൂടി ആ ഒരു സിറ്റുവേഷനും അതിന്റെ ഡെപ്തും നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്. ആ ഒരു ഇമോഷനാണ് ശരിക്കും ഈ ഒരു സിനിമയുടെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. കഥയും കാര്യങ്ങളൊക്കെ സിനിമ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ട് പോകുന്ന ഒരു പ്ലോട്ടാണ്. ഈ പൈസയുടെ ആവശ്യം എന്താണെന്നൊക്കെ സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരി ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആ ഒരു ഇമോഷനിൽ കൂടി കണക്ട് ചെയ്ത് പോകുന്നത് നൈസാണ്. അതായത് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ക്യാരക്ടറിന്റെ വിഷമവും ആ ഒരു ക്യാരക്ടറിന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം. അതായത് പുള്ളിക്കാരി കടന്നു പോകുന്ന ഭയങ്കര ഹാർഡായിട്ടുള്ള ടൈംസ് ആണ്. എന്തിനാണ് ഇങ്ങനത്തെ ഡിസിഷൻ ഒക്കെ എടുക്കുന്നത് ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷനിൽ കൂടി തന്നെ കാണിച്ചു പോകുന്നുണ്ട്. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന ഒരു ഭയങ്കര ആക്ഷൻ ത്രില്ലർ ആയിട്ടുള്ള മൂവി ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ടാണ്. ആ ഒരു പ്ലോട്ടിൽ കൂടി ആ ഒരു ക്യാരക്ടർ എങ്ങനെ കടന്നു പോകുന്നത് മാത്രമേ സിനിമ സംസാരിക്കുന്നുള്ളൂ. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ സിനിമ കുറച്ച് പ്രഡിക്റ്റബിൾ ആണെങ്കിലും ഈ ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻസ് നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട് ഈ ഒരു എൻറ്റയർ മൂവിയിൽ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. മൂവി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയാം, തമിഴും ബാക്കിയുള്ള ലാംഗ്വേജസിലുണ്ട്. എന്നാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.